ഹലോ. വളരെ സന്തോഷപരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഞാനിടുന്ന വീഡിയോ അത് ഞാൻ അർഹിക്കുന്ന ആളുകൾക്ക്, അതായത് പബ്ലിക്സിന് അത് ഇൻഫോർമേറ്റീവ് ആണെന്നും അവർക്ക് നമ്മുടെ ഫീൽഡിനെ സംബന്ധിച്ചുള്ള അറിവ് പകരുന്നുണ്ട് എന്ന് അവിടെ നേരിട്ട് വിളിച്ചും അവർ കമൻറ്റിലൂടെയും ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ചെയ്യുന്ന ഒരു വർക്ക് അത് ഗുണം കിട്ടുന്നുണ്ട് എന്നറിയുമ്പോണ്ടാവുന്ന സന്തോഷമാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നോട് പറയാനുള്ളത്. താങ്ക് യു ആൾ. ഇന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്, നമ്മളെല്ലാവരും പല്ലിനെ കമ്പി ഇടുന്നുണ്ട് എന്നെല്ലാവർക്കും കേൾക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അറിയില്ല എത്ര ടൈപ്പ് കമ്പിയാണ് നമ്മളെ പല്ലിലിടുന്നത് എന്ന്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, നമ്മൾ ക്ലിപ്പ് ഇടുന്നു, പല്ലിൽ കമ്പി ഇടുന്നു. ആ ലേറ്റസ്റ്റ് മെത്തേഡ് ഓഫ് അപ്ലയൻസ്, ഞങ്ങളുടെ ഭാഷയിൽ അപ്ലയൻസ് എന്ന് പറയും, ഇതിൽ ഉപയോഗിക്കുന്ന കമ്പികൾ എന്തൊക്കെയാണെന്നും ആ ഓരോ കമ്പിയുടെ ആവശ്യം എന്താണ് എന്നുള്ളതും ഒരു ചെറിയ ഇൻട്രൊഡക്ഷനിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന് ക്ലിപ്പിട്ട് കറക്ഷൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന കമ്പികൾ ഏതൊക്കെയാണ്? ഈ കമ്പികൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു പല്ലിന് രണ്ട് പോർഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് റൂട്ട് പോർഷനാണ്, അത് നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗമാണ്. ക്രൗൺ പോർഷനാണ്, അത് നമ്മൾ നമ്മുടെ വായിൽ കാണുന്ന പോർഷനെയാണ് ക്രൗൺ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൗൺ പോർഷൻ ഉപയോഗിക്കുന്ന കമ്പികളും റൂട്ട് പോർഷൻ ഉപയോഗിക്കുന്ന കമ്പികളും രണ്ട് ടൈപ്പ് കമ്പികളാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഉപയോഗിക്കുന്ന കമ്പിയുടെ ആ കമ്പിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രത്യേകതകളും ആ മെറ്റീരിയൽസിന്റെ ഷേപ്പിനും അനുസരിച്ച് അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്ക് പല്ലിലൂടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം കാണുന്ന ക്രൗൺ പോർഷന്റെ ഭാഗമാണ് ഉപയോഗിക്കുന്നത്. ക്രൗൺ പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിൽ കാണുന്ന വശം. തുടക്കത്തിൽ ഉപയോഗിക്കുന്ന കമ്പികളാണ് O12, 012 എന്നല്ല, O12, O14, O16. ഈ മൂന്ന് വയറുകൾ ഒന്നിലധികമോ, അത് എത്രമാത്രം പല്ലിന് ഇറഗുലറാലിറ്റി, അതായത് അറേഞ്ച്മെന്റ് അല്ലാതെ നിൽക്കുന്നു, അതിനനുസരിച്ചാണ് ഈ വയർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഷേപ്പ് എന്താണ്? ഷേപ്പ് റൗണ്ട് ആണ്, ഇത് റൗണ്ട് ഷേപ്പാണ്. ഇനി അതിന് ഉപയോഗിക്കുന്ന സാധനം എന്താണ്? അതിനാണ് പറയുന്നത് നിറ്റി അല്ലെങ്കിൽ നിറ്റിനോൾ എന്ന് പറയുന്ന മെറ്റീരിയൽസ്, വസ്തു ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആ വസ്തുവിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഗുണം എന്ന് പറയുന്നത് മെമ്മറി എഫക്റ്റ് എന്ന് പറയും. അതായത് ഒരു വയർ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയാൽ അത് തിരിച്ച് അതേ രൂപത്തിലോട്ട് പോവാനുള്ള ഒരു കഴിവ് അതിനുണ്ട്, ആ മെറ്റീരിയൽസിനുണ്ട്. ആ മെറ്റീരിയൽസിനെയാണ് മെമ്മറി എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെമ്മറി എഫക്റ്റ് ഉപയോഗപ്പെടുത്തി അതിന്റെ ഫ്ലെക്സിബിലിറ്റി, വളക്കാവുന്ന കഴിവ്, ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല്ലെന്ത് ചെയ്യുന്നത്? അലൈൻമെന്റ് ചെയ്യുന്നത്, നിരയിലോട്ട് കൊണ്ടുവരുന്നത്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് O14, O16. 014 അല്ല, O14, O16. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ്. അതിന് ഉപയോഗിക്കുന്ന സാധനം മെറ്റീരിയൽസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ്. അതിന്റെ ചുരുക്കാണ് SS എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ,
നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് ബിൽഡിംഗ് വാർക്കാനും പലതിനും കിട്ടും. ഒരു ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി, അതിന്റെ ഗുണം എന്താണ്? സ്റ്റെബിലിറ്റി, അത് ഫ്ലെക്സിബിലിറ്റി, വളക്കാവുന്ന കഴിവിനധികം അത് നീർന്നു നിൽക്കും, സ്റ്റേബിൾ ആവും. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ബലത്തിൽ നിൽക്കും. ആ സ്റ്റെബിലിറ്റിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതേതില്? പല്ലിന്റെ കാണുന്ന വശത്തില്, ക്രൗണില്. അതിനുശേഷം റൂട്ട് പോർഷൻ. റൂട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പല്ലില് നോക്കിയാൽ കാണാത്ത വശം. ഈ റൂട്ട് പോർഷൻസിൽ നമ്മൾ മാറ്റം വരാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 3 ഷേപ്പിലുള്ള വയറാണ്. 1622, 1722, 1822. എന്താണ് ഇതിന്റെ വ്യത്യാസം? 1622 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരത്തിലുള്ള ഒന്നിന്റെ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ 16, 17, 18 എന്ന് പറയുന്നത്. സ്റ്റേബിൾ അല്ലാത്തൊരു വശമുണ്ട്, അതിന്റെ വശമാണ് 222 എന്ന് പറയുന്നത്. അപ്പൊ 1622 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22 എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ഈ 16, 17, 18 എന്നുള്ളത് വ്യത്യാസമുള്ള 4 ഒരു ചതുരത്തിന്റെ വ്യത്യാസപ്പെടുന്ന ഭാഗമാണ്. അപ്പൊ ഇതിന്റെ രൂപം എന്താണ്? ചതുരമാണ്. സമചതുരമാണോ? അല്ല. അതുകൊണ്ടാണ് ഇതിന് റെക്ടാങ്കുലർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടായിരിക്കുന്ന വസ്തു ഏതുകൊണ്ടാണ്? നിറ്റിനോൾ, നിറ്റി എന്ന് പറയുന്ന വസ്തു കൊണ്ടാണ്. അപ്പൊ ഈ നിറ്റി എന്ന് പറയുന്ന വസ്തുവിന്റെ ഷേപ്പിനെയും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, വളയാവുന്ന കഴിവിനെയും ഉപയോഗപ്പെടുത്തിയിട്ട് നിലവിലുള്ള പല്ലിന്റെ റൂട്ട് പോർഷൻ കറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ക്രൗണിന്റെ പോർഷൻ പറഞ്ഞു, നമുക്ക് കാണുന്ന വശത്തിന്റെ അവസ്ഥ പറഞ്ഞു. ഇനി റൂട്ടിന്റെ പോർഷൻസിനകത്ത് ഫ്ലെക്സിബിൾ, ഇതിന്റെ ആക്ഷൻ നൽകുന്നത് പല്ലിന്റെ വേരിലാണ്. ഇനി വീണ്ടും ഈ റൂട്ട് പോർഷനിൽ നമുക്ക് 1722, 1822, 1922 എന്ന വയറ് ചതുരത്തിൽ തന്നെ, റെക്ടാങ്കുലർ തന്നെ, സമചതുരമല്ല. റെക്ടാങ്കുലർ എന്ന് പറഞ്ഞാൽ സമചതുരമല്ല, സമചതുരത്തിലല്ലാത്ത റെക്ടാങ്കുലർ ഷേപ്പിൽ ഉണ്ടാക്കിയിരുന്ന വസ്തു എന്താണ്? നിറ്റിനോൾ. നിറ്റിനോൾ എന്നുള്ള വസ്തുവിന്റെ ഫ്ലെക്സിബിലിറ്റി, വളയാനുള്ള കഴിവ്, വളയാനും തിരിയാനുള്ള കഴിവ്. കാരണം റെക്ടാങ്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് വളയാനുള്ള കഴിവ് മാത്രമല്ല, ചതുരമാകുമ്പോൾ തിരിയാനുള്ള കഴിവുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ചലനം വേരിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയറാണ് റെക്ടാങ്കുലർ നിറ്റി. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ വ്യത്യസ്ത തിക്നെസ്സിനാണ് നമ്മൾ 1722, 1822, 1922 എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തമാണെന്ന് വിചാരിക്കട്ടെ. അടുത്തതാണ് റൂട്ട് പോർഷനിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ, അതായത് SS വയർ. അപ്പൊ അതിന്റെ ഷേപ്പ് എന്താണ്? ഷേപ്പ് റെക്ടാങ്കുലർ ആണ്. എന്താണ് ഈ റെക്ടാങ്കുലർ ഷേപ്പിന്റെ പ്രത്യേകത? ഇത് 1722, 1822, 1922 എന്നതിന്റെ ഷേപ്പിൽ ഒന്നോ ഒന്നിലധികമോ നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫ്ലെക്സിബിൾ ആയ ഭാഗം, ആ ഭാഗം കൂടുതൽ സ്റ്റെബിലിറ്റി ആക്കാൻ വേണ്ടി, റിജിഡ് ആക്കാൻ വേണ്ടി, വേരിനെ റിജിഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയറാണ് ഏത്? SS വയർ. നമുക്കറിയാം, ഒരു പല്ല് നീങ്ങുന്നത് ഒരു ഭാഗത്ത് തേയ്മാനോ, എല്ലിന് തേയ്മാനോ, മറ്റു ഭാഗത്ത് എല്ല് കൂടുകയും, ഞങ്ങൾ ഭാഷയിൽ ഓസ്റ്റിയോക്ലാസ്റ്റിക് ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റിക് എന്ന് പറയും. അല്ലാതെ പല്ല് നീങ്ങുകയല്ല ചെയ്യുന്നത്. ഒരു ഭാഗത്ത് എല്ലിന് തേയ്മാനം വരുന്നു, ഒരു ഭാഗത്ത് എല്ല് പുതുതായിട്ട് രൂപപ്പെടുന്നു. ആ സംഭവം ഉണ്ടാവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് റൂട്ടിൽ വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം, അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ സ്റ്റെബിലിറ്റി, വൺസ് ഇത് ചലിച്ചു വന്നാൽ അത് അതേപോലെ നിലനിൽക്കണം. കാരണം ഈ ഓസ്റ്റിയോബ്ലാസ്റ്റിക്കും ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ഒരു പ്രഭാതം കൊണ്ട് നടക്കില്ല. ഇറ്റ് ടേക്ക് ടൈം. ആ ടൈം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? SS വയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വയർ ഉപയോഗിച്ച് ഇതുവരെ ചെയ്താൽ നമുക്ക് ഓർത്തോ അപ്ലയൻസിന്റെ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആവും. അടുത്ത് വരുന്നത്, നമ്മളൊരു വയർ ഉപയോഗിക്കുന്നു.
ആ വയറ് റൂട്ടിനും കോമൺ ആണ്, എന്നാൽ ക്രൗണിനും കോണാണ്. കാണുന്ന വശത്തിനും സമമാണ്, എന്നാൽ വേരിനും സമമാണ്. ആ വയറിന് നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ് ഏതാണ്? ഫ്ലെക്സിബിൾ പാടില്ല, കട്ടിയുള്ള വയറായിരിക്കണം. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയറായിരിക്കണം. സ്റ്റെബിലിറ്റിയാണ് പ്രധാനം. നമുക്ക് വന്ന പോർഷൻ അതേപോലെ നിർത്തലാണ് പ്രധാനം. അതിന് ഉപയോഗിക്കുന്ന 2 വയറാണ് O18, O20 എന്ന് പറയുന്ന വയർ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? നമുക്ക് ഓൾറെഡി ഫിനിഷിംഗ് റിസൾട്ട് വന്നെങ്കിലും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ഫിനിഷിംഗ് ബെൻസ് എന്ന് പറയും, അതേപോലെ തന്നെ പൊസിഷനിങ് എന്ന് പറയും. ക്രൗൺ പൊസിഷനിങ് ആൻഡ് റൂട്ട് പൊസിഷനിങ് രണ്ടിനും സാധിക്കുന്ന ഫിനിഷിംഗ് വയർ ആയതുകൊണ്ടാണ് ഇതിനെ ഫൈനൽ വയർ അല്ലെങ്കിൽ ഫിനിഷിംഗ് വയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ക്ലിപ്പിൽ ഉപയോഗിക്കുന്ന വയറുകൾ എന്താണ് എന്നുള്ള ഒരു ഡീറ്റെയിൽസ്, ഒരു വിവരണം നിങ്ങളെ സാധാരണ ആളുകൾക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ട്രീറ്റ്മെന്റ് സംബന്ധമായ പല സംശയങ്ങളും എൻ്റെ മുകളിൽ പറഞ്ഞ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാട്സപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നുള്ളൂ. ദയവ് വിചാരിച്ച് വിളിക്കരുത്. വാട്സപ്പിലൂടെ മാത്രമേ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ വെബ്സൈറ്റായ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് .com എന്ന വെബ്സൈറ്റിലോട്ട് ചെന്നാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും പഠനാർഹമായ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരുപാട് വീഡിയോസും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ബന്ധപ്പെടാം, വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയേണ്ടതായ എൻ്റെ ഫീൽഡിനെ സംബന്ധിച്ച്, എൻ്റെ ഡെന്റിസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായ ചികിത്സാ രൂപത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിലൂടെ ബന്ധപ്പെടാം. എൻ്റെ വെബ്സൈറ്റിലൂടെ ഇൻഫർമേറ്റീവായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.